കാവാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അപ്പം ഇത് എല്ലാവർക്കും പണ്ടത്തെ വീടുകളിലാണ് കാവുകളുണ്ടത്. അത് കുടുംബ വീടൊക്കെ മാറി ഇവർ പുതിയതായിട്ടൊക്കെ പണിയുമ്പം ആ കാവ് അവിടെ തന്നെ നിലനിൽക്കാറുണ്ട്. ചിലരത് മാറ്റാറുണ്ട്. നിലനിൽക്കുന്നത് നല്ലതാണോ അതോ ദോഷമാണോ? എന്താണ് അതിനൊരു പരിഹാരം എന്തെങ്കിലും ഉണ്ടോ? എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ മണി പ്ലാന്റോ അല്ലെങ്കിൽ അതിന് സമാന്തരമായ എന്തെങ്കിലും ചുറ്റിച്ചെടി പടർന്ന് പച്ച കളറിൽ പടർന്ന്, കളർ വിഷയമല്ല, അതങ്ങനെ ഭയങ്കര ആരോഗ്യമായിട്ട് പടർന്ന് വീടിന് ചുറ്റും വ്യാപിച്ച് മറ്റുള്ളവർക്ക് അത് ആസ്വദിക്കാൻ തക്കവണ്ണം വളരെ ഭംഗിയായിരിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ആരെങ്കിലും ഒരാൾ സർപ്പ പരിഹാര പൂജ നടത്തിയിട്ടുണ്ടായിരിക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾ. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നിങ്ങളും ഈ കാവിന് ചുറ്റുള്ള വീടുകളിലൊക്കെ താമസിക്കുന്നവരാണോ? ആണെങ്കിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ദോഷമാണോ സർപ്പക്കാവിനടുത്തൊക്കെ പെൺകുട്ടികൾ പോകുന്നത് ദോഷമാണോ, വിളക്ക് കത്തിക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം ചിന്തിച്ചു കൂട്ടാറുണ്ട്. അതിനൊക്കെ ഉത്തരം പറയാനായിട്ട് സാറിന് നമ്മോടൊപ്പം ഉണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. ഇപ്പം ഞാൻ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ കാവാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അപ്പം ഇത് എല്ലാവർക്കും പണ്ടത്തെ വീടുകളിലാണ് കാവുകളുണ്ടത്. അത് കുടുംബ വീടൊക്കെ മാറി ഇവർ പുതിയതായിട്ടൊക്കെ പണിയുമ്പം ആ കാവ് അവിടെ തന്നെ നിലനിൽക്കാറുണ്ട്. ചിലരത് മാറ്റാറുണ്ട്. നിലനിൽക്കുന്നത് നല്ലതാണോ അതോ ദോഷമാണോ? എന്താണ് അതിനൊരു പരിഹാരം എന്തെങ്കിലും ഉണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ അത്യാവശ്യമുള്ളൊരു ചോദ്യമാണ്. അതിനു മുമ്പ് ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ മണി പ്ലാന്റോ അല്ലെങ്കിൽ അതിന് സമാന്തരമായ എന്തെങ്കിലും ചുറ്റിച്ചെടി പടർന്ന് പച്ച കളറിൽ പടർന്ന്, കളർ വിഷയമല്ല, അതങ്ങനെ ഭയങ്കര ആരോഗ്യമായിട്ട് പടർന്ന് വീടിന് ചുറ്റും വ്യാപിച്ച് മറ്റുള്ളവർക്ക് അത് ആസ്വദിക്കാൻ തക്കവണ്ണം വളരെ ഭംഗിയായിരിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ആരെങ്കിലും ഒരാൾ സർപ്പ പരിഹാര പൂജ നടത്തിയിട്ടുണ്ടായിരിക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾ. സർപ്പദോഷം ഉള്ള ആൾക്കാരെന്ന് അവർ സ്വയം ഫീൽ ചെയ്യും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞവർ ഉണരും. ഏതാ ഈ ചുറ്റിച്ചെടികൾ കൂടുതലുള്ള വീട്, വീടിനെ ചുറ്റിയിരിക്കണം. വീട് ഒരു മതിലിലൂടെ അല്ല, വീടിന്റെ തൂണിലൂടെ കയറി അടുത്ത ഫ്ലോർ വരെ പോകുന്ന ചുറ്റിച്ചെടികളുണ്ടല്ലോ, ഇതെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അവിടെ നിങ്ങളൊരു സർപ്പദോഷം ഉണരും. മനസ്സിലല്ലേ? അത് കാലസർപ്പദോഷം എന്ന് പറയും. അങ്ങനെ ആരെങ്കിലും ഉണരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പരീക്ഷണ അടിസ്ഥാനം അതിൻ്റെ താഴെ നിന്ന് റൂട്ട് കട്ട് ചെയ്തു ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഉണങ്ങും. അപ്പോഴത്തേക്കും ആ പിടുത്തം, ആ ലീഫിൻ്റെ പിടുത്തം ആ ചുമരുന്ന് വിടും. പറ്റുമെങ്കിൽ അത് അവിടെ നിന്ന് അന്നേ നിങ്ങൾ റിമൂവ് ചെയ്യുക. കാഷ്വലായിട്ട് പോയിക്കൊണ്ടിരിക്കുക. 1 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സർപ്പദോഷം എന്നുള്ള സബ്ജക്റ്റ് നിങ്ങൾ മറന്നുപോകും. നിങ്ങളൊരു പരീക്ഷണ അടിസ്ഥാനം ഇത് ചെയ്ത് നോക്കുക. ചുറ്റിച്ചെടികൾ വീട്ടിനുള്ളിൽ വളർത്തരുത്, പടർന്ന് പന്തലിക്കുന്ന ചുറ്റിച്ചെടികൾ വീട്ടിനുള്ളിൽ വളരരുത്. ആ വളർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൺട്രോളിനുള്ളിലായി പോകും, നിങ്ങളുടെ വൃത്തത്തിനുള്ളിലായി പോകും. നമ്മുടെ വീട്ടിലൊക്കെ പാമ്പും ചേരയൊക്കെ കയറിയാലും പറയും സർപ്പദോഷമാണ്. അതൊക്കെ ഇതിൽ ബന്ധപ്പെടുന്നതാണോ? അതിപ്പോൾ നമ്മൾ മറ്റൊരു നാട്ടിൽ തവളയ്ക്ക് ദോഷമുണ്ട്, വേറൊരു നാട്ടിൽ ചേര അവരുടെ ദൈവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന കാര്യങ്ങളല്ല. ഇതൊരു സാങ്കല്പിക സൃഷ്ടികളാണ്, അല്ലെങ്കിൽ ചില ഉപജീവന മാർഗങ്ങളും. അപ്പോൾ ഞാൻ സർപ്പക്കാവിൽ, നമ്മുടെ ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പം ഇത് ഞാൻ പറയുകയാണ്, ചുറ്റിച്ചെടിയുള്ള വീടുകൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സർപ്പക്കാവുകൾ, ഇപ്പം മണ്ണാർശാല പോലത്തെ ഭയങ്കര എനർജി, രാഹു കേതു എന്നുള്ള 2 ഗ്രഹങ്ങളുടെ അതിസമർത്ഥമായ എനർജി, അനുഗ്രഹീതമായ രീതികളിൽ അവരത് കൈകാര്യം ചെയ്യുന്ന തൊട്ട് വരുന്ന പുരാതന രീതികളിലുള്ളതിനെ കുറിച്ച് ഒരിക്കലും അല്ല ഞാൻ ഈ പറയുന്നത്. ഞാനീ പറയുന്ന സാധാരണ നാട്ടുപുറങ്ങളിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ കൺട്രോളിനകത്ത് സർപ്പക്കാവ് നിൽക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ കാവുള്ള സ്ഥലമാണെന്ന് വിറ്റുപോവാതെ ആ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ, ആ വീടിൻ്റെ ഭാഗത്തുള്ള ആൾക്കാർ ദരിദ്രം സൃഷ്ടിക്കുന്നു. സിമ്പിൾ. ഒരു കാവ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ അവിടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തിന് ഒരിക്കലും നിങ്ങൾ കാവെന്ന് പറയില്ല. അവിടെ ഒരു ആൽമരം ഉണ്ടാവും, അല്ലെങ്കിൽ വലിയൊരു പാലമരം ഉണ്ടാവും. അതല്ലെങ്കിൽ മറ്റു ചില കാവുകൾ തമിഴ്നാട് ഭാഗങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഭയങ്കര സമർത്ഥമായിട്ട് വേപ്പില വളർന്നു നിൽക്കും. കറിവേപ്പല്ല, അരിവേപ്പ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളാണ്. അത് ഏത് പൊസിഷനിൽ വളർന്നു നിൽക്കുന്നു നോക്കണം. നിങ്ങൾ ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു വാഹന രീതികൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, ആൽമരം പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ പരിസരം മുഴുവനും ഒരു ദരിദ്ര അവസ്ഥയിലായിരിക്കും. അത് ചിലപ്പോൾ അത് മാർക്കറ്റായി മാറും, അല്ലെങ്കിൽ കേസുള്ള ബിൽഡിംഗ് ആയിട്ട് മാറും, അല്ലെങ്കിൽ അത് പ്രവർത്തന ശൂന്യമായി മാറും. ആൽമരം ഉണ്ടാകുന്നത് തന്നെ കാക്ക കഴിക്കുന്നു, അതിൻ്റെ പഴങ്ങൾ കഴിച്ച് മറ്റെവിടെയെങ്കിലും. ഇത് ഒരുപാട് ഭാഗങ്ങൾ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില വീട്ടിൽ മാത്രമായിട്ട് അത് വളരുന്നു. ചെറിയ ചെടിയില്ലേ, ചുമര് ഒട്ടി വളരുന്നു. ചുമര് ഒട്ടി ആൽമര ചെടി വളരുന്നത് കണ്ടിട്ടുണ്ടോ ചില വീട്ടിൽ? അങ്ങനെയൊക്കെ ഉണ്ട്. ആ വീട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ വീട് സ്ക്രാപ്പ് ആവുന്നു, ആ വീട് തൻ്റെ എനർജി നഷ്ടപ്പെട്ടു തുടങ്ങി എന്നതിൻ്റെ സൈനാണത്. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, തേനീച്ചക്കൂട്, വീട്ടിനുള്ളിൽ തേനീച്ചക്കൂട് കെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട് തൻ്റെ എനർജി നഷ്ടപ്പെട്ടു. ഇത് പ്രകൃതി ദത്തമായിട്ട് കിട്ടുന്ന സൈനാണ് നമുക്കെല്ലാവർക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഒന്ന് പരിശോധിക്കുക. പിന്നെ
സർപ്പക്കാവുകൾ കൂടുതലും ഇത്തരം മരങ്ങൾ സമർത്ഥമായി വളരുന്നു. അപ്പം ഒരു വീടിൻ്റെ നോർത്ത് ഈസ്റ്റിലാണ് ആ കാവ് എന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒരു കോമ്പൗണ്ട് ചെയ്തിട്ട് അവർ ഇവിടെ താമസിക്കുന്നു. പക്ഷെ അവരറിയുന്നില്ല ഇത് കാവ് ദോഷമാണെന്ന് പരിഹാരം ചെയ്ത് ഒരു സമയം വേസ്റ്റ് ചെയ്യുന്നു. ശരിക്കും നോർത്ത് ഈസ്റ്റിൽ സമർത്ഥമായി വളരുന്ന ആ ആൽമരമാണ്. ആൽമരം പുരുഷന്റെ എനർജി സമർത്ഥമായി ഉറിഞ്ചിയെടുക്കും. വേപ്പ് മരം സ്ത്രീയുടെ എനർജി സമർത്ഥമായി ഉറിഞ്ചിയെടുക്കും. അനുഭവ രീതിയിൽ എവിടെയെങ്കിലും ഈ ആൽമരം വേപ്പുമരം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടുകാരെന്നെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വലിയ നഷ്ടങ്ങൾ ഒരുപക്ഷെ ഇതിലൂടെയാണ്. ആ മരം വെട്ടണം എന്നല്ല ഞാൻ പറയുന്നത്, മരം വെട്ടുന്നതിനോട് എനിക്കില്ല. പക്ഷെ നമ്മളെപ്പോലെ തന്നെയാണ് അതൊരു പ്രിയരാണ്. അവരുടെ ആഹാരം കോസ്മിക്കാണ്. അപ്പം നിങ്ങൾ അനുഭവിക്കേണ്ട കോസ്മിക്ക് നിങ്ങൾക്ക് മുമ്പേ അത് അനുഭവിക്കുന്നു, നിങ്ങളെ നിർവീര്യമാക്കുന്നു, അത്രേ ഉള്ളൂ. ഇതൊരു കഥാരൂപേണ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് ആൾക്കാർ കാണുന്നു, അവരൊക്കെ എങ്ങനെ എടുക്കുന്നു എന്നറിയത്തില്ല. അനുഭവ രീതിയിൽ വേപ്പ് നിറഞ്ഞു നിൽക്കുന്ന, നോർത്ത് ഈസ്റ്റ് വേപ്പ് നിൽക്കുന്ന, ഈശാന്യത്തിൽ വേപ്പ് നിൽക്കുന്ന വീട്ടുകാർ, അവിടുത്തെ സ്ത്രീകൾ നിർവീര്യമായി പോകും. അവിടെ ആൽമരം നിൽക്കുന്നു, അവിടുത്തെ പുരുഷന്മാർ നിർവീര്യമായി പോകും. കുറച്ച് കാലം കഴിയുമ്പോൾ ആ പ്രോപ്പർട്ടി കേസിലോട്ട് പോകുന്നു. അതല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ അവിടെ താമസിക്കാൻ പറ്റാത്തവണ്ണം അവർ വെളിയേറുന്നു. വെളിയിൽ പോയ രക്ഷ അവർ രക്ഷപ്പെടുള്ളൂ. അപ്പം ഇതിനെയാണ് കാവുമായിട്ട് നിങ്ങൾ സങ്കല്പിക്കേണ്ടത്. അവിടെ ഒരു സർപ്പം വരുന്നു, അതിൻ്റെ വാസസ്ഥലം അത് വരുന്നു, അത് ആരെങ്കിലും അവിടെ നിന്ന് ഭക്ഷണം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ കറക്റ്റായിട്ട് എന്തൊക്കെ കഴിക്കുന്നു പോലും എനിക്കറിയത്തില്ല. കാരണം പലരും മുട്ടയും പാലും ഒക്കെയാണ് കഴിക്കുന്നതെന്ന് പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പോഴും സംശയം തീരുന്നില്ല. സർപ്പവും മുട്ടയും പാലും ഒക്കെയാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ പല കഥകളും ഉണ്ട്. പക്ഷേ അതൊക്കെ ഓക്കെ. പക്ഷേ പുരാതനമായിട്ടുള്ള നമ്മൾ മണ്ണാർശാല പോലത്തെ അമ്പലങ്ങളിൽ ഉള്ള വഴിപാടുകളും അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എനർജിയും അതിന് കൊടുക്കുന്ന സാൻസ്കൃത് മന്ത്രശബ്ദങ്ങളും പിന്നെ ഉപാസന എന്നുള്ള വളരെ സമർത്ഥമായ ഒരു സൃഷ്ടി നമ്മുടെ കേരളത്തിലുണ്ട്. ഇത്തരം രീതികളിൽ ഇത് സമർത്ഥമാണ്. പക്ഷെ അതിനല്ല നാട്ടുമ്പുറങ്ങൾ കാണുന്ന കുഞ്ഞു കുഞ്ഞു കാവുകൾ. ഇത് രണ്ടിനെയും നിങ്ങൾ വേർതിരിച്ച് കാണുക. കാവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഞാനും സംസാരിക്കേണ്ടിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ഫോണിലൂടെ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ നേരിട്ട് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവരവരുടെ സംശയങ്ങളെ നമുക്ക് പരിഹരിച്ചു കൊടുക്കാമല്ലോ. ഇനി ഈ മറ്റൊരു ചോദ്യം, നമ്മൾ ഈ വീടുകളിലൊക്കെ ഈ ദോഷം മാറാനൊക്കെ തകിട് പൂജിച്ച് ഏതെങ്കിലും മൂലയ്ക്കൊക്കെ ഇടുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ സത്യമുണ്ടോ? ഒരു നല്ലൊരു ശതമാനം ബ്ലാക്ക് മാജിക്കിനൊക്കെ കേരളം ഭയങ്കര ഫേമസ് ആണ്. മറ്റുള്ള സ്റ്റേറ്റിനേക്കാൾ കേരളത്തിന് അതിനുള്ള വലിയ കഴിവുകളുള്ള ആൾക്കാർ. പക്ഷേ ഈ തലമുറയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. വളരെ അതൊക്കെ വംശനാശം വന്ന് സംഭവിച്ചു കഴിഞ്ഞു. തകിട് എപ്പോഴും ഞാൻ പറയാറുണ്ട്, കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ഞാൻ പറയാറുണ്ട്, തകിട് എന്നുള്ളത് നമ്മുടെ പ്രകാശം അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരത്തിലാണോ ദ്രവത്തിലാണോ വാതകത്തിലാണോ എന്ന് ചോദിച്ചാൽ ഖരത്തിലാണ്. അപ്പോൾ തകിടൊരു ഖരവസ്തുവാണ്. അതിനകത്ത് ചില വടിവുകളാണ് അവർ എഴുതി ചേർക്കുന്നത്. വടിവുകൾക്കും പ്രപഞ്ചത്തിനും കണക്ഷനുണ്ട്. ഇപ്പം 1 മുതൽ 9 വരെയുള്ള അക്കം, അതിനൊരു പ്രത്യേക വടിവ്, ആ വടിവിന് പ്രപഞ്ചവുമായി കണക്ഷൻ ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു. അതേപോലെ മറ്റും ചില വടിവുകളുണ്ട്. ആ വടിവുകൾക്കും ഈ പ്രപഞ്ചത്തിനും കണക്ഷനുണ്ട്. പ്രപഞ്ചത്തിൽ നമ്മളറിയാത്ത പല രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ ഈ വടിവ് വലിച്ചെടുക്കുന്നു. അത് എന്ത് വലിച്ചെടുക്കുന്ന എനർജി ആ പരിസര പ്രദേശത്ത് സൃഷ്ടിക്കുന്നു. ഇതായിരുന്നു ആദ്യത്തെ തകിടിൻ്റെ ഇത്. ഇപ്പോഴങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഇപ്പം ഭയപ്പെടുത്തുക, അത്രേ ഉള്ളൂ. ഇവർ തന്നെയാണ് ഇവരുടെ മറ്റാരെങ്കിലും, ഞാനൊരു വീട്ടിൽ പോയി കണ്ടതാണ്, അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഇങ്ങനെ സംഭവം അവിടെ കുഴിച്ചിടുന്നു. എന്നിട്ട് അതിൻ്റെ വിദേശത്തുള്ള അവരുടെ മുതലാളിയോട് ആ കാര്യം പറയുന്നു. മുതലാളി അതിനെ നോക്കിക്കാൻ അനുവദിക്കുന്നു. അവരവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്യുന്നു. ഒരു പ്രത്യേക സ്ഥലത്ത് പോയി അദ്ദേഹം കുഴിക്കുന്നു. അവിടെ നിന്ന് കുറച്ച് കുപ്പിയും തകിടും ഒക്കെ എല്ലാം പിറക്കിയെടുത്ത് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് മറ്റെന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലായി. സോ അതൊക്കെ നടന്ന സംഭവങ്ങളാണ്. മറ്റാരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിക്കുന്നുണ്ട്, അവരുടെ പേരും മറ്റുള്ള കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരുപാട് ഉപജീവന മാർഗ്ഗക്കാർ ഇതിനകത്തുണ്ട്. അന്ധവിശ്വാസമാണത്. ഇതൊരു വിശ്വാസമായിരുന്നു ആദ്യം. കാരണം ഈ തകിടിൽ എന്തേ ചെയ്യുന്നു, പനയോലയാണ് അതിനേക്കാൾ ഉപരി. ഇവിടെ ആൾക്കാർ ഒരുപാട് കാലങ്ങളുണ്ട് ഇന്നും പനയോല എഴുത്തുകൾ തെളിവുകൾ ഇപ്പോഴും ഉണ്ടെങ്കിലും ഇതേപോലത്തെ താന്ത്രിക പരിപാടികൾക്ക് അല്ലെങ്കിൽ മാന്ത്രിക പരിപാടികൾക്ക് എന്തുകൊണ്ട് തകിട് ഉപയോഗിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, തകിടിനകത്ത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ഒരു സയൻസ് അതിനകത്തുണ്ട്. ഖര ദ്രവ വാതക രീതികളിൽ പ്രകാശം ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ എനർജി ഏറ്റവും കൂടുതൽ ഫോഴ്സിൽ സഞ്ചരിക്കുന്നത് തകിടിലാണെന്നുള്ളത് നമ്മുടെ സയൻസിൻ്റെ ആണ്. അപ്പോൾ ആ രീതികളിൽ ചില എനർജി ഒബ്സർവേഷന് ഇത് സംഭവിക്കുന്നു. ഇതിനുള്ളിലുള്ള വടിവുകൾ ചില എനർജി ഒബ്സർവ് ചെയ്ത് അതിനെ പരിസരത്ത് വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള സത്യം. പക്ഷേ ഇത് എത്രത്തോളം ഫലപ്രദമായി ഇവരൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം വലിയ സംശയം, അത് വലിയൊരു ചോദ്യചിഹ്നവും കൂടിയാണ്. പക്ഷേ അത് വാസ്തുവുമായി ഒരു ബന്ധമില്ല. ചോദ്യം അതാണ്, അത് വാസ്തുവുമായി ബന്ധമില്ല. ഒരുപക്ഷെ അങ്ങനെ ആരെങ്കിലും ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവിടുത്തെ കിഴക്ക് രാവിലത്തെ ഉദയസൂര്യനെ സമർത്ഥമായി അകത്ത് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇത്തരം തെറ്റായ രീതികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന എനർജി ക്ലെൻസ് ആവും. തകിടിരുന്നോട്ടെ, മറ്റ് കുപ്പി, അതിനകത്തുള്ള വിഷമോ അല്ലെങ്കിൽ കുതിരപ്പല്ലോ കഴുതപ്പല്ലോ പുലിപ്പല്ലോ എന്ത് വെച്ചാൽ നിങ്ങൾ കുഴിച്ചിട്ടുള്ളൂ.
നിങ്ങൾ അതിൻ്റെ പിന്നിലോട്ട് പോകണ്ട. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു സംശയമുള്ള വീട്ടിൽ വടക്ക് കിഴക്കുന്ന് അതിരാവിലെ ഉള്ള ബ്രഹ്മമുഹൂർത്തം മുതലുള്ള വെളിച്ചം ഒരു 8 മണി വരെ ഉള്ളെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 8 മണി വരെ ഉള്ളെങ്കിലും വെളിച്ചം സമർത്ഥമായ വീട്ടിലോട്ട് കടത്തി വിടുമ്പോൾ ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ള നിങ്ങൾ വിശ്വസിക്കുന്ന എനർജി അവിടെ നിർവീര്യമാവും. ഉണ്ടെങ്കിൽ സൂര്യന്റെ പ്രകാശത്തിന് ക്ലെൻസ് ചെയ്യാൻ പറ്റാതായിട്ടുള്ള മറ്റൊന്നും ഇവിടെ ഇല്ല ഇതുപോലത്തെ എനർജി ശൃംഖലകളിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു മാന്ത്രിക അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്തു അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഞങ്ങളുടെ നാട്ടിലൊക്കെ കൂടോത്തരം എന്ന് പറയും, അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ വടക്ക് കിഴക്ക് വഴി സമർത്ഥമായി പോക്കുവരുത്ത് വാതിൽ വെച്ച് പോക്കുവരുത്തും അതിലൂടെ പ്രകാശത്തിന് അകത്തോട്ട് കടത്തി വിട്ട് നിങ്ങൾ പരിശോധിക്കുക. ഒരു മണ്ഡലകാലത്തിനുള്ളിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങളിൽ നിന്ന് ഒഴിവായി പോകും. ഇതിപ്പം ഞാനിപ്പോൾ അടുത്തതായിട്ട് ചോദിക്കാൻ പോകുന്ന ചോദ്യം വാസ്തുപരമായിട്ടുള്ളതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും സാറിന് അറിയാമെങ്കിൽ സാർ ഒന്ന് ഉത്തരം തരിക. എല്ലാവർക്കും അങ്ങനെ ഒരു സംശയങ്ങളുണ്ടായിരിക്കും എന്നെ പോലെ തന്നെ. നമ്മൾ ഈ കയ്യിലൊക്കെ ഈ ചരട് കെട്ടാറില്ലേ, കറുത്ത ചരട്, ചുമന്ന ചരട്, അമ്പലത്തിൽ നിന്ന് നമുക്ക് ദോഷം മാറാനോ അസുഖം വരാതിരിക്കാനോ ആപത്ത് വരാതിരിക്കാനാണ് കെട്ടുന്നത്. അതിലിങ്ങനെ കൊളുത്തി കെട്ടി എന്തോ മന്ത്രമൊക്കെ ചൊല്ലിയാണ് കെട്ടുന്നത്. അതിൽ സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? അത് വിശ്വാസ രീതിയിലാണെങ്കിൽ ആരെയും ഞാൻ വേദനിപ്പിക്കുന്നില്ല, അതുകൊണ്ട് വിശ്വാസ രീതിയിൽ ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ പരമാവധി കറുത്ത ചരടുകൾ നിങ്ങൾ കെട്ടാതിരിക്കുന്നതാണ് നല്ലത്. അതെന്തേ? കാരണം ലോ ഓഫ് അട്രാക്ഷനിലെ കളറിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പൊ തലമുടി, പുരികം, മറ്റു സംവിധാനങ്ങളെല്ലാം നമുക്ക് ഇൻബിൽഡ് ആയിട്ട് നമുക്ക് കറുപ്പുന്നുണ്ടെങ്കിലും അത് ഇതിനായിട്ട് ചേരുന്നില്ല. നമ്മൾ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇപ്പൊ ഞാനൊരു മഞ്ഞ ചരട് എപ്പോഴും ഞാൻ കെട്ടിയിരിക്കും. ഇതിന്റെ പിന്നിലൊരു കഥയും ഇതിന്റെ പിന്നിലൊരു വിശ്വാസവും ഇതിന്റെ പിന്നിൽ ലോ ഓഫ് അട്രാക്ഷനും ഉണ്ട്. വേറൊന്നും വേണ്ട. തമിഴ്നാട് മരിച്ചുപോയ മുഖ്യമന്ത്രി കരുണാനിധി, അദ്ദേഹം ഒരിക്കലും വിശ്വാസിയല്ല. അത് എല്ലാവർക്കും അറിയാവുന്നവർക്ക് അറിയാം. ഒരിക്കലും ഒരു ദൈവവിശ്വാസി ആയിരുന്നില്ല. പക്ഷേ ഒരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ഒരു മഞ്ഞ ടവൽ, അദ്ദേഹത്തിൻ്റെ മരണം വരെ ടവലും അദ്ദേഹം പിരിഞ്ഞിട്ടില്ലായിരുന്നു. ഏത് ഫോട്ടോ എടുത്ത് നോക്കിയാലും ഒരു മഞ്ഞ ടവൽ അദ്ദേഹത്തിന്. അപ്പം ഇത് ചില ആൾക്കാരുടെ എനർജി ബേസിലുള്ള കാര്യങ്ങൾ, രഹസ്യങ്ങളാണ് അതെല്ലാം. മനസ്സിലായില്ലേ? അപ്പോൾ കറുത്തത് ആർക്കും ഉപകാരപ്പെടില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ അമ്പലത്തിൽ നിന്ന് മന്ത്രിച്ച് കെട്ടണം എന്നുണ്ടെങ്കിലും നിങ്ങളൊരു ചരട് മേടിച്ച് കൊണ്ടുപോവുക. നിങ്ങൾക്ക് അനുയോജ്യമായ കളർ, അത് ന്യൂമറോളജിയിലെ ലക്കി കളേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, 1 മഞ്ഞ, അല്ലെങ്കിൽ 4 മഞ്ഞ, വെള്ള, പിന്നെ 9 ചൊവ്വ, ഇങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽ അത് ഞാൻ. അപ്പൊ അങ്ങനെ ഓരോ ന്യൂമറോളജി പ്രകാരം അവർക്ക് അനുയോജ്യമായ കളർ അവർ ആ ചരട് മേടിച്ച് ആ പൂജാരിയുടെ കൈ കൊടുത്തിട്ട്, പൂജാരി നിങ്ങൾ എന്തായാലും മന്ത്രിക്കുന്നു, ഏതെങ്കിലും ഒരു ചരട് പോലെ ഈ ചരടിൽ മന്ത്രിച്ചൊന്ന് തരുമെന്ന് പറഞ്ഞാൽ അതിനെ മേടിച്ച് കെട്ടു. കറുത്ത ചരടുകൾ പരമാവധി അത് ഉപയോഗിക്കരുത്. എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പ് ഞാൻ കോഴിക്കോട്ടുണ്ടായിരുന്നു. കോഴിക്കോട് ഒരു വർക്കിന് അവിടുത്തെ ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ ഒരു കറുത്ത ചരട് കണ്ടു. കുട്ടിയുടെ പ്രയാസവും മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വെച്ച് നോക്കിയിട്ട് മറ്റു കുറച്ച് കാര്യങ്ങൾ ഉപദേശിക്കുന്നതോടൊപ്പം ഈ ചരട് അഴിച്ച് റണ്ണിങ് വാട്ടറിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഒഴുക്ക് വെള്ളം, ഓടിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഉപേക്ഷിക്കുക. മനസ്സിലായില്ലേ? അന്ന് ഞാൻ പറഞ്ഞു, അതിന്റെ ഫീഡ്ബാക്ക് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ആരെങ്കിലും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ കളേഴ്സ് നിങ്ങൾ അമ്പലത്തിൽ കൊടുത്ത് അതിനെ ജപിച്ച് നിങ്ങൾ കയ്യിലോട്ട് കെട്ടി നിങ്ങളുടെ വിശ്വാസവും വ്രണപ്പെടുത്താത്ത രീതിയിൽ, എന്നാൽ ലോ ഓഫ് അട്രാക്ഷനിൽ നിങ്ങളുടെ ഒരു അനുഗ്രഹീതമായ കളറും നിങ്ങളുടെ കൂടൊപ്പം ഉണ്ടാകും. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യോത്തരങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം തോന്നുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചത്. നിങ്ങൾക്കും ഇതുപോലെ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാകും. സാറിനെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സാറിൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്.